നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിസ്റ്റർ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട് മാഡം, കാര്യം പറയൂ. എനിക്ക് കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടറെ ഒന്ന് കാണണം. അതെന്തിനാ? നിങ്ങൾ ആ കുഞ്ഞിന്റെ ആരാ? ഞാൻ ആ കുഞ്ഞിന്റെ അമ്മയാ. ആ വരൂ. ഡോക്ടർ. യെസ്, ആരാ? ഡോക്ടറെ കാണണമെന്ന് പറയുന്നു. ഇരിക്കൂ. എന്താ വേണ്ടത്? കാര്യം പറയൂ. ഞാനിവിടെ അഡ്മിറ്റ് ചെയ്ത വൈഗമോളുടെ ഒരു കാര്യം പറയാനാ വന്നത്. നിങ്ങൾ വൈകിട്ട് ആരാ? എന്താ പറയാനൊരു മടി? വൈകിട്ട് ആരാ നിങ്ങള്? അമ്മയാ. അമ്മയോ? കുട്ടിക്ക് അമ്മയില്ലെന്നാണല്ലോ അവര് പറഞ്ഞത്. അവരെന്താ അങ്ങനെ പറഞ്ഞത്? അവരങ്ങനെ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. തെറ്റുകാരി ഞാനും. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറഞ്ഞു വരുന്നേ? എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയേണ്ടി വന്ന ഒരമ്മയാണ് ഡോക്ടർ ഞാൻ. ഓ, ആ അമ്മ നിങ്ങളാണല്ലേ? പ്രസവിച്ച അതേ നിമിഷം തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ അമ്മ. അതെന്തോ ആകട്ടെ, നിങ്ങൾ എന്നെ കാണാൻ വന്നതിന്റെ കാര്യം പറയൂ. കുട്ടിക്കിപ്പോ വൊമിറ്റിംഗ് ഉണ്ടാകാൻ കാരണക്കാരി ഞാനാ ഡോക്ടർ. നിങ്ങൾ എന്ത് ചെയ്തു? കേൾക്കട്ടെ. സ്വന്തം കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഏതമ്മയ്ക്ക് ഉള്ളതല്ലേ ഡോക്ടർ? അങ്ങനെ ഞാൻ ചമ്പകമംഗലത്ത് ചെന്ന് രഹസ്യമായി കുഞ്ഞിന് പാല് കൊടുത്തു. നിങ്ങൾ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതല്ലേ? ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ വളർത്തമ്മ അത് തടഞ്ഞില്ലേ? തടഞ്ഞില്ല. എന്റെ മാനസികമായ വിഷമവും ശാരീരികമായ വേദനയും കൊണ്ടാകണം മീനാക്ഷി എതിരൊന്നും പറഞ്ഞില്ല. പാല് മാറി കുടിച്ചതാ കുട്ടിയുടെ അസുഖത്തിന് കാരണമെന്ന് മനസ്സിലായി. അത് സത്യം പറയാൻ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വന്നത്. കുട്ടിക്കുണ്ടായ പ്രശ്നം അത് തന്നെ. കുട്ടി ആദ്യമായിട്ടല്ലേ മുലപ്പാല് കുടിക്കുന്നത്? ഇതിനു മുന്നേ ഒരു തവണ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കുഞ്ഞു ശരിക്കും പാല് കുടിച്ചിരുന്നില്ല. പ്രശ്നം അത് തന്നെ. കുപ്പിപ്പാല് കുടിച്ച് ശീലിച്ച കുട്ടി മുലപ്പാൽ സ്വീകരിക്കില്ല. ഈ അസുഖം അങ്ങനെ ഉണ്ടായതാ. അപ്പൊ എന്നെ അറിയിക്കാതെ എന്റെ വീട്ടിൽ പലതും നടക്കുന്നുണ്ട്. എന്നെ ചതിക്കാണ് ഇവര്. സത്യം തുറന്നു പറഞ്ഞ എന്റെ കുഞ്ഞിന് അതിനുള്ള മരുന്ന് നൽകാൻ ഡോക്ടർക്ക് കഴിയും. അത് ഞാൻ ഡോക്ടറെ കാണാൻ കയറി വന്നത്. അതെന്തായാലും നന്നായി. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? അതൊന്നും എന്നോട് ചോദിക്കല്ലേ ഡോക്ടർ. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. യു ഡോണ്ട് വറി, കുഞ്ഞിനൊന്നും വരില്ല. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിക്കോളൂ. ചതിച്ചു. ഈ കാട്ടാളെന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇവളെല്ലാം തുറന്നു പറയൂ ദൈവമേ. പതിവായി കൊടുക്കുന്ന പാലാ? പതിവായി കൊടുക്കുന്ന പാലേ കൊടുത്തുള്ളോ?
ഏ ഇന്ന് ചെമ്പകമംഗലത്തേക്ക് ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിരുന്നോ കുഞ്ഞിനെ കാണാൻ? ചോദിച്ചു കേട്ടില്ലേ? കുഞ്ഞിനെ കാണാൻ അതിഥികൾ ആരെങ്കിലും വന്നിരുന്നോന്ന്? ഇവളെല്ലാം അവനോട് തുറന്നു പറയുക. ഈശ്വര, എന്താ നിന്റെ വായിൽ നാക്കില്ലേ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇന്ന് ചെമ്പകമംഗലത്ത് ആ മൈഥിലി വന്നിരുന്നു അല്ലേ? ACP എന്നോട് ക്ഷമിക്കണം. മൈഥിലി എവിടെ വന്നിരുന്നു. നീ ഒരു പക്ക ക്രിമിനൽ ആണല്ലോടി. എന്നെ നീ വീണ്ടും വീണ്ടും ചതിക്കാണല്ലേ? ACP, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ എന്റെ ശത്രുവിനെ വിളിച്ചു കയറ്റി എന്റെ കുഞ്ഞിനെ അവളെ കൊണ്ട് പാലൂട്ടി അല്ലടി? ACPയോട് ഒരിക്കലും കളവ് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. ആരാടി അവളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ നിന്നെ സഹായിച്ചത്? മാലതി അമ്മായിയാണോ? ദൈവമേ, ഇവളിപ്പോ പറയും ഇന്നെന്റെ അന്ത്യ കൂതാശയാണ്. ചോദിച്ചു കേട്ടില്ലേ? മാലതി അമ്മായിയാണോ നിന്നെ സഹായിച്ചത്? അല്ല. പിന്നെ ദേവമ്മയുടെ താല്പര്യത്തിലാണോ? ആരുടെയും താല്പര്യത്തിലല്ല. കുഞ്ഞിന് പാല് കൊടുത്തില്ലെങ്കിൽ അവര് മരിച്ചു പോവെന്ന് പറഞ്ഞു. എല്ലാവരെയും ചതിച്ച സ്ത്രീയാണെങ്കിലും എന്റെ മനസ്സലിഞ്ഞു. അവര് കരയുന്ന കണ്ടപ്പോ കുഞ്ഞിന് പാല് കൊടുത്തോളാൻ ഞാന് പറഞ്ഞു. ഉറങ്ങിക്കിടക്കുമ്പോ നീ എന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് ആരറിഞ്ഞു? കണ്ടുപോകരുത് എന്റെ മുന്നില്. കടന്നു പൊടി. മേലാൽ എന്റെ മുന്നിൽ വന്നു പോരുത്. പോകാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.